ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലേ വീഡിയോ ഇടണം. വീഡിയോ എടുത്തു വെച്ചിരുന്നു, അതാ ഞാൻ അത്ര ദിവസം 2 ദിവസമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോ പുതിയതായിട്ട് എടുക്കണതെന്ന് ഒരു 3 ദിവസത്തിന് ശേഷം, ചക്കര പോയതിനു ശേഷം വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ചക്കരയൊക്കെ സേഫായിട്ട് അവിടെ എത്തി. ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് കൊച്ചിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 3 ദിവസമായിട്ട് സിനു അവിടെ തന്നെ, സിനിയും കുട്ടികളൊക്കെ. അപ്പോൾ സിനുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓരോടെ വിരുന്നും സൽക്കാരമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. സൽക്കാരത്തിനൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഉമ്മാനെയും കൊണ്ട് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ അരി പൊടിക്കാൻ വേണ്ടി, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ പല്ല് ഡോക്ടറിനെ ഇപ്പോൾ ഞാൻ എൻ്റെ പെരയിൽ കൊടുന്ന് നിർത്തേണ്ടി വരുന്നപ്പോൾ തോന്നുന്നത് അല്ലേ, മാറുന്നില്ല. റെസ്റ്റ് 2 ആഴ്ച ഇങ്ങോട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാണ്. അങ്ങനത്തെ റെസ്റ്റ് അല്ല, നിങ്ങൾക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ റെസ്റ്റ് ആയിരിക്കണം. ഇത് എല്ലാം കടിച്ചു വലിച്ച് തിന്നും, പിന്നെ പല്ല് കേടാതിരിക്കും. വേദന പോയില്ലേ പല്ലിന്റെ? അപ്പൊ ചുളു ചുള്ളു ഇതൊന്നും തൊടാൻ പറ്റുന്നില്ല. നിങ്ങളോട് മസാജ് ചെയ്യാൻ പറഞ്ഞില്ലേ ഇവിടെ മാത്രം ഞങ്ങൾ ചെയ്യും, ഇവിടെ ഒന്നും തൊടാൻ പറ്റുന്നില്ല. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഉണ്ടോ നോക്കിയോ? ഞാൻ അരി കുടിച്ചാൽ കൊടുക്കട്ടെ ഇങ്ങോട്ട് വന്നിട്ട് ഫോൺ. ഓക്കെ, എന്തായാലും ഞാൻ പോവാണ്. ഉമ്മതാ മില്ലിക്ക് പൊടിക്കാൻ വേണ്ടി പോകണം. എനിക്ക് അരീക്കോട് എത്തണം കേട്ടോ. ഇപ്പോൾ സമയം 11:30, ഏകദേശം ഞാനൊരു 12-1 ആകുമ്പോൾ എത്തും. 3 ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം ഇന്ദു ചൂടനും ഇന്ദു ചൂടിയും വീണ്ടും പാലക്കാട്ടിലോട്ട് പോവുകയാണ്. എന്താണ് അലേഹ, അപ്പനെ മിസ് ചെയ്തു നിങ്ങൾക്ക്? അപ്പം 2-3 ദിവസം അടിച്ചു പൊളിച്ചു കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും ഞാൻ ഇന്ന് നല്ലൊരു ദിവസം ഇവിടെ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എവിടെയും ഹോട്ടലില്ല. ഞാൻ ഷവായ ഉബലോടും ഉണ്ടാക്കാൻ പറഞ്ഞില്ല, വീട്ടുകാരോടും ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അപ്പം ഒന്ന് പ്രോട്ടീൻ ബാർ തിന്ന് നടക്കുക. ഡയറ്റൊക്കെ എടുത്തിട്ട് തിന്ന് ഡയറ്റ് ഫുഡ് തിന്നിട്ട് മതിയായിക്ക്. ഇനി കുറച്ച് മാറ്റിയിട്ട് തിന്നണം അല്ലേ? കൊച്ചു തുമ്പിയാണ് കാക്കേ കാക്കേ കൂട്ടിനകത്ത്. അയ്യോ കാക്കേ, അയ്യബ് എവിടെ? എങ്ങനെ സ്റ്റൈലാക്കുക, എങ്ങനെ സ്റ്റൈലാക്കുക? എങ്ങനെ കണ്ണട വെക്കുക? സ്റ്റൈലാക്ക്. ആരത് സുട്ടവാടിയോ? കണ്ണാടയൊക്കെ നോക്കുക, അതൊക്കെ കണ്ണാട നോക്കുക. സ്റ്റൈലുണ്ടോ? രസമുണ്ടോ? രസമുണ്ടോ? ഞങ്ങൾ നാട്ടിലെത്തി. എല്ലാവരും അവരവരുടെ ഉമ്മാൻ്റെ കുടിയിൽ നിന്ന് കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ അലേഹനും ഓളം ഉമ്മാൻ്റെ കുടിയിൽ നിന്ന് കൂട്ടി. ഇനിയിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കുടിയിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അവിടേക്ക് ഇറങ്ങാത്ത എന്താ, എൻ്റെ വേണ്ട സ്റ്റാൻഡ് പൊട്ടിയിരിക്കണല്ലോ, കയറിട്ട് കെട്ടിയിരിക്കണല്ലോ. താഴത്തെ പെര അന്ന് പോയത്, അന്ന് സ്റ്റാൻഡ് കിടന്നു, ഇതുവരെ റെഡി ആക്കിയില്ല. അപ്പോൾ ഇവിടെ ഒന്ന് നിർത്താൻ കഴിയില്ല. ഞാൻ പെരയിൽ ഇങ്ങനെ ചാരി നിർത്തില്ല. അപ്പോൾ ഇത് നേരാക്കണം കഴിയും, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. അലേഹ ഉമ്മ എവിടെ? ഉമ്മമാന്ന് വിളി, വേഗം വരാൻ പറയും. ഉമ്മമാനോട് വേഗം വരാൻ പറയും. എൻ്റെ കൂടെ പോകുന്നവർക്ക് ബൈക്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയാലും കാർ സ്റ്റാർട്ടാക്കിയാലും അപ്പം വരും. ഉമ്മ വരുന്നതാ, പഴുത്തൊക്കെ കൈ പിടിച്ചിട്ടേ വരുന്നത്. പഴുത്ത കൈ പിടിച്ചിട്ട് വരുന്നുണ്ട്. ആരാണ്? എൻ്റെ ശുട്ടമണിയാണ് മക്കളെ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താ, ഒരു പ്ലെയിൻ കിസ് കൊടുത്താ, ഒരു അസ്സലാമലൈക്കും കൊടുത്താ. അസ്സലാമലൈക്കും. എല്ലാവർക്കും തന്നിക്കുന്നു കേട്ടോ. വാലൈക്കും സലാം. അങ്ങനെ ഗായ്സ്, പൂച്ച പോണ്ട്. പൂച്ചനെ കണ്ട സന്തോഷം പോ. പൂച്ചനെ കണ്ടോ ഗൈസ്? ഇപ്പം നേരത്തെ ഒരു ഷോർട്ട് കണ്ടില്ലേ? ആ ഷോർട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്നലെ. ആ ഇന്റർവ്യൂവിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു. എന്നത്തെയും പോലെ ജീവിത സാഹചര്യവും വളർന്ന് രക്ഷപ്പെട്ടതൊന്നല്ല, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ. ഒരുപാട് കാലമായിട്ട് ഇന്റർവ്യൂ ഇപ്പം നമ്മൾ കൊടുക്കലില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ ഇന്റർവ്യൂ കൊടുത്തു. ഇൻഷാല്ലാ ഗാലറി വിഷനിലാണ് വരിക. അപ്പോൾ വരുമ്പോൾ ഞാൻ ലിങ്ക് വിട്ടുതരാട്ടോ. അലേഹ, ഐബു ഇപ്പം നീക്കും. ഐബുവിന് നല്ല പനിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം.
എന്താണ് ഐബു ഇറങ്ങി. അലേഹ അതാ അവിടെ. അലേഹക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വേറെ ഉണ്ട്, അതൊക്കെ കാണിക്കാം. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സീന് കുട്ടീനെ എടുക്കുന്നതിന്റെ കൈയിന്റെ മോൾ കൂടെ അപ്പിയട്ട് ഞാൻ അവിടത്തെ തൊള്ളോടല്ലേ കുട്ടി. കുട്ടി ഇപ്പൊ നീക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോരെ. എവിടെ ആ ടോയ്സ്? എവിടെ മക്കൾക്ക് ഉപകാരമുള്ള ടോയ്സ്? എവിടെ? അങ്ങോട്ട് കൊണ്ടുപോവാ. അടുക്കളയിൽ പോയിട്ട് ടോയ്സ് പൊട്ടിക്കാം. എങ്ങനെയാണ് അത് ഉപകാരം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അലേഹന്റെ പ്രായക്കാർക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലേഹന്റെ പ്രായക്കാർക്ക് പറ്റൂല. നിങ്ങളുടെ പെരയില് ഏകദേശം ഒരു 5, 6, 7 വയസ്സുള്ള മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടോയ്സിന്റെ ബോക്സ് ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളാണ് ഇതിലുള്ളത്. അതായത് ഈ ഒരൊറ്റ ബോക്സ് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കാം. സിനുവിൻ്റെ വീട്ടിലവിടെ കുട്ടികളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. സിനുവിൻ്റെ 4 പുറത്ത് വീട്ടിലെ കുട്ടികളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സിനു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. സിനു എത്ര വയസ്സ് മുതലൊക്കെ എന്ന് പറഞ്ഞു കൊടുക്ക്. അതിൽ എഴുതിയിട്ടുണ്ട് 7+. അതായത് 6 വയസ്സ് 5 വയസ്സിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ മാതാപിതാക്കൾ എടുത്തിരുന്നിട്ടൊക്കെ നിങ്ങൾക്ക് കളിപ്പിക്കാനും അവർക്ക് നിങ്ങൾക്കൊരു എൻജോയ്മെന്റ് ആവട്ടെ. കാരണം ഇതിങ്ങനെ കുടുക്കിയിട്ട്, അതായത് നെറ്റ്, ബോൾട്ട്, സ്ക്രൂ എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ. ഒരു അത്ഭുതപ്പെട്ടി എന്ന് പറയാം. ഈ ഒരു അത്ഭുതപ്പെട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ടോയ്സ് അല്ല, ഈ ഒരു പെട്ടി കൊണ്ട് ഒരു പൈസ മീൻസ് ഇതുകൊണ്ട് 18 മോഡൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. കാരണം നിങ്ങൾ എന്തായാലും മക്കൾക്ക് ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതിനൊക്കെ ചിലപ്പോൾ 1000 അബോ പ്രൈസ് വരും. പക്ഷെ ഇത് നിങ്ങൾക്ക് 1000ന്റെ ഉള്ളിൽ പ്രൈസ് ഇതിന് വരുന്നുള്ളൂ. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് മാത്രമല്ല, ഏതായാലും മക്കൾക്ക് നമ്മൾ ടോയ്സ് വാങ്ങും. ഇനി വാങ്ങില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓല് വാശി പിടിച്ച് നിങ്ങളെയും കൊണ്ട് അത് വാങ്ങിപ്പിക്കും. അപ്പം എന്താക്കുക, നിങ്ങൾക്ക് ഉപകാരമാണ്. ഇതുമൂലം നിങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കുള്ള സ്കില്ല് വർദ്ധിപ്പിക്കും. അവർക്ക് ഭാവിയിലൊരു എഞ്ചിനീയറൊക്കെ ആവാനുള്ള പണി വരെ ഇതിൽ ഒപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു അത്ഭുത പെട്ടി തന്നെയാണ്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാം മോഡൽസ് 18 മോഡൽസ് ഇതിൽ ഉണ്ടാക്കാമെന്നാണ് അവർ കാണിക്കുന്നത്. അപ്പം എന്തായാലും തുറന്നോ. ഓക്കെ ഗായ്സ്, അപ്പം ആദ്യം തന്നെ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു മാനുവൽ കാർഡ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഈ മാനുവൽ കാർഡിൽ എങ്ങനെ ഉണ്ടാക്കണം എന്ന് A to Z കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ എങ്ങനെയൊക്കെ ചെയ്യണം, ഇവിടെ ഉണ്ടാക്കണുണ്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്സ് ഉണ്ടോ, ഈ ജീപ്പ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇതിൽ എത്ര സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 അങ്ങനെ എഴുതിക്കണുണ്ടോ. അതേപോലെ ഇവിടെ അതിലേക്കുള്ള ഞെട്ടുകൾ, എത്ര പീസ് വേണം, എത്ര ബോൾട്ട് വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. ആ പീസും ബോൾട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതൊന്നും ഓരോ പീസ് ആദ്യം എടുത്തു വെക്കുക. അതിന് ശേഷം എന്താക്കുക, എന്തൊക്കെ വേണ്ട വെച്ചാൽ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫൈനലി നിങ്ങൾക്കൊരു 4 സ്റ്റെപ്പ് അല്ലെങ്കിൽ 4 സ്റ്റെപ്പിലാണോ അത് തീരുന്നത്? 4 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഈ ജീപ്പ് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള നെട്ടുകൾ ഈ ബോക്സിലുണ്ട്. അതേമാതിരി സ്ക്രൂ ഈ ബോക്സിലുണ്ട്. അത് കൊടുക്കാനുള്ള സ്പാനർ ഇതിവിടെ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഇനി നെറ്റാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പാനർ ഇതിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ എന്താ വരുന്നത്? എയറോപ്ലെയിൻ ഉണ്ടാക്കാൻ. എയറോപ്ലെയിനൊക്കെ ഈ ഒരു രൂപമാണ് വരുമെങ്കിലും ഒരു എയറോപ്ലെയിൻ്റെ രൂപം പക്ക ആയിട്ട് വരും കേട്ടോ. എയറോപ്ലെയിൻ്റെ ബോക്സും കാര്യങ്ങൾ. അതിനുശേഷം ഇവിടെ കണ്ടോ ജീപ്പ്. ഈ മോഡലിൽ ജീപ്പൊക്കെ നിങ്ങളുടെ മക്കൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കും. അതിൻ്റെ ടയേഴ്സാണ് ഇരിക്കണമൊക്കെ. ഈ വീഡിയോ നിങ്ങളുടെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അത് നിങ്ങൾ ഒരു പേടിയും ഒരു മടിയും കാണിക്കാതെ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം, ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. അതായത് ഇനി അടുത്തത് കണ്ടില്ലേ, ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കാം. ഇതെല്ലാം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജെറ്റ് വേണോ അത് ഇതിലുണ്ടാക്കാം. എല്ലാം നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരൊറ്റ പെട്ടിയൊന്നും പറഞ്ഞോ. ഇത്രയും ടോയ്സുകൾ നമുക്ക് ഇതിൽ ഉണ്ടാക്കാം. കണ്ടില്ലേ, ഇത്രയും ടോയ്സുകൾ. ഇനി ഒരു കൊട്ടവണ്ടി വേണമെങ്കിൽ അത് വരെ ഉണ്ടാക്കാം. അതിനുള്ള ടൂൾസുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. മെറ്റീരിയലിൻ്റെ ഒക്കെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. അതായത് പക്ക നമുക്കിങ്ങനെ വളയും കൂടിയില്ല, അത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ലോക്കൽ സാധനമൊന്നുമല്ല. പിന്നെ അതിലേക്കുള്ള സാധനങ്ങൾ നിങ്ങൾ കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊപ്പം ഇരുന്നിട്ട് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാം, ഒക്കെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് ടൈം എടുക്കും ഇത് ഫിറ്റ് ചെയ്ത് ലെവലാക്കാം. ഇനി ഇത് അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഇത് പണിയാക്കും അല്ലേ.
ഒരു 6 വയസ്സ് മുതൽ അല്ലേ? അപ്പൊ എന്താ ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കൾക്ക് ടോയ്സ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ടുള്ള ഉപയോഗം എത്ര കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, നിങ്ങളുടെ മക്കള് ഒരുപാട് സമയം മൊബൈൽ ചെലവഴിക്കൂല. 2, നിങ്ങളുടെ മക്കള് TV, അതായത് സ്ക്രീൻ പ്ലേ കുറക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഇത് ഉണ്ടാക്കുന്നത് മൂലം ചിന്തിക്കാനുള്ള കഴിവും, അവർ ഒരുപാട് സമയം ഇതിങ്ങനെ ആലോചിച്ചും അവര് തല വർക്ക് ചെയ്തോളൂ. അവർക്കിത് പിന്നെ ഒരുപാട് സമയം ഓല് എന്താക്കുന്ന അറിയാം, നമ്മൾ പെട്ടെന്ന് തീർക്കുമെങ്കിലും ഓൽക്കിത് ചെയ്ത് തീർക്കാനുള്ളൊരു വാശി, അതൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ നമ്മളെ മക്കൾക്ക് എന്താക്കാം, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം സ്കില്ല് വർദ്ധിപ്പിക്കുക, മക്കളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോയ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇനി നമ്മൾ ടോയ്സിന്റെ പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഉപകാരമുള്ള ടോയ്സുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പരിചയപ്പെടുത്തി തരാം. കാരണം നമ്മൾ ചെയ്യണത് 4 ആൾക്ക് ഉപകാരമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കും അതൊരു സംതൃപ്തിയാണ്. കാരണം നിങ്ങൾക്ക് ഒരു ടോയ്സ് വന്നിട്ട് ഞാൻ ഒരു ബലൂൺ കൊടുത്തിട്ട് അത് തേച്ചിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കായും പോകും, മൊത്തത്തിൽ പോകില്ലേ. പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനൊരു നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ വാട്സപ്പാണ്. വാട്സപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. കാരണം ഞാനിപ്പോൾ ലിമിറ്റ് സ്റ്റോക്ക് മാത്രമേ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. ആ ലിമിറ്റ് സ്റ്റോക്ക് തീർന്നതിന് മുന്നേ വാങ്ങിക്കോളി അല്ലേ. നാളേക്ക് എന്ന് വെച്ച് നിൽക്കണ്ട. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടോയ്സ് ആണ് ഈ ഒരു സംഭവം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ മനസ്സിലാവുള്ളൂ. ഒരു 1 ടൈമെങ്കിലും ഇത് വാങ്ങിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ മക്കൾക്ക് ഏജ് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടുത്ത ആൾക്കും യൂസ് ചെയ്യാം. കാരണം മെറ്റീരിയലും അതൊക്കെ നെട്ടും ബോൾട്ടൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ സെറ്റാണ്. നമ്പർ എന്തായാലും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പരിചയപ്പെടുത്തി വന്നപ്പോഴേക്കും ഞാൻ വയർത്തു ഗൈസ്. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളി. ഇനി നമുക്ക് വൈകുന്നേരത്ത് അലേഹന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ട്. അലന അലനും അലയൊക്കെ ഒരേ മാതിരിയെ വരുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും അലന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ട്. അതിന് മുന്നേ തുന്നിയിലെ പുതിയ കളക്ഷൻ കാണണ്ടേ, അതിൻ്റെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും സിനുവിൻ്റെ ചാനലിൽ ഞാൻ തുന്നിയിലെ പുതിയ കളക്ഷനും ഇട്ട് തരാം. പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരുവിധ ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയേക്കണേ. ഉമ്മാരോട് മക്കളെ നോക്കില്ല എന്നുള്ള കമന്റ് നിങ്ങൾ ചെയ്യരുത് കേട്ടോ. വളർന്നു പോയി നമ്മള്. ആരാ നോക്കണില്ലേ? അങ്ങനെ ഒരു കമന്റ് നിങ്ങൾ കണ്ടില്ലേ? തീരെ നോക്കണില്ല. ശരി.